നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1200 ആണ്ട് മേടമാസം 3-ാം തീയതി 2025 ഏപ്രിൽ മാസം 16-ാം തീയതി ബുധനാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രങ്ങളിലെ ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്ന നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം, ഇന്നത്തെ നക്ഷത്രം കൊള്ളാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ചില ദിവസങ്ങൾ വേസ്റ്റായി പോവും, ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഗുണപ്രദമായി തീരത്തുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരു 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾ ശരിക്കും 10 വർഷക്കാലം പോലും അവർക്ക് ബെസ്റ്റ് സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഓരോ ദിവസം നമുക്കൊരാഴ്ചയിലുള്ളത് ചിലപ്പോൾ 1-2 ദിവസമായിരിക്കും നമുക്ക് ഫലപ്രദമായ ദിവസം വരിക. ബാക്കിയൊക്കെ എന്തെങ്കിലും ടെൻഷനും പ്രശ്നങ്ങളും അതിൻ്റെ മീത പ്രശ്നങ്ങളും തടസ്സവും ഒക്കെ ആയിട്ട് പോവേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തണം. എന്ത് കാര്യത്തിനായാലും ഇറങ്ങണം. അത് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. അതിനുവേണ്ടി നമ്മൾ അറച്ചു നിൽക്കരുത്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള അനിഴം നക്ഷത്രക്കാർ, മേടമാസത്തിലെ അനിഴം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻക്രിമെൻ്റ് അവന് കൂടുതലായിട്ട് കിട്ടും. അതുപോലെ ജോലി ഇല്ലാത്ത ആളിന് ജോലിയെ കൊടുക്കുന്നതിനൊപ്പം ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അവർക്കും അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. സാമ്പത്തിക നേട്ടം വരും. പഠിക്കുന്ന കുട്ടികൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും. മുടങ്ങി വിദ്യാഭ്യാസം നിൽക്കുന്നവർക്ക് പുനർവിദ്യാഭ്യാസം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും അനുകൂലപ്രദമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം പഠിത്തത്തിനും ഒക്കെ അനുകൂലപ്രദമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് 1-2 സമയങ്ങൾ സൂക്ഷിക്കണം. രാവുകാലം നമ്മൾ യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. ശരിക്കും 12 തൊട്ട് 1:30 മണി വരെ രാവുകാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും 12 മണിക്ക് രാവുകാലം തുടങ്ങില്ല, 12:24 തുടങ്ങുകയുള്ളൂ. അതുപോലെ 1:30 തീരില്ല, 1:58 തീരുള്ളൂ. 1:58 തീർന്ന് പോകത്തുള്ളൂ. അതുപോലെ യമകണ്ഠ കാലസമയവും ഗുളിക കാലസമയവും ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 10:53 തൊട്ട് 12:24 വരെയും, യമകണ്ഠ കാലസമയം 7:49 തൊട്ട് 9:21 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വന്നിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12 തൊട്ട് 12:48 വരെ 48 മിനിറ്റ് നേരമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ പ്രാധാന്യം കൊടുക്കണം. ശരിക്കും പച്ച കളറ്, പച്ച മിക്സായിട്ടുള്ള കളറ് ഒക്കെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി, ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ചെയ്യുന്നതും ഇറങ്ങുന്നതുമായ കാര്യങ്ങൾക്ക് യഥാസമയത്ത് ഫലസിദ്ധി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.